പുതിയതായി ഡ്രൈവിംഗ് പഠിക്കുന്നവർക്ക് വേണ്ടി എൻ്റെ ചാനലിൽ ഡോക്ടർ ഡ്രൈവിംഗ് സിബി എന്നുള്ള ചാനലിൽ ഞാൻ ഒത്തിരി വീഡിയോസ് ഇട്ടിട്ടുണ്ട്. പെൺകുട്ടികൾക്കും അതുപോലെ ആൺകുട്ടികൾക്കും ഈ വീഡിയോസൊക്കെ ഒത്തിരി നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിരിക്കും. കാര്യം ഞാൻ കുറഞ്ഞ ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസാണ് ഞാൻ ഈ ഡ്രൈവിംഗ് ടീച്ചിങ്ങിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് പ്രയോജനപ്പെടും. അപ്പോൾ ഇന്ന് പറയുന്നത് ഡ്രൈവിംഗ് പഠിക്കുമ്പോൾ നമുക്ക് ഒത്തിരി കൺഫ്യൂഷനാണ്. ക്ലച്ച്, ഓക്കെ, അതുപോലെ ബ്രേക്ക്, പിന്നെ ആക്സിലേറ്റർ. അപ്പോൾ ഇതിൻ്റെ ചെറിയൊരു മെക്കാനിക്ക് പരമായ ഒരു ഫങ്ഷൻ, ഇതിൻ്റെ ഫങ്ഷൻ എന്താണ് എന്നുള്ളത് പഠിക്കാമെങ്കിൽ നമുക്കിത് ഫങ്ഷൻ ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡിൽ അത് നിൽക്കും, എന്താണ് ഞാൻ ക്ലച്ച് ചവിട്ടുമ്പോൾ സംഭവിക്കുന്നതെന്ന്. ഇത്രയുള്ള കൂട്ടുകാരെ, ക്ലച്ച് ചവിട്ടുമ്പോൾ വണ്ടി ന്യൂട്രലാകുകയാണ്. ഓക്കെ, ഗിയർ ഷിഫ്റ്റ് ചെയ്യാനും ഡൗൺ ചെയ്യാനും നമ്മൾ ക്ലച്ച് ചവിട്ടുന്നു. അപ്പോൾ ക്ലച്ച് ചവിട്ടുമ്പോൾ ഇഞ്ചിൻ്റെ ശക്തി ഡ്രൈവ് വീലിലേക്ക് പോകുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കണം. ആദ്യമേ ക്ലച്ച് നമ്മൾ എപ്പോൾ ചവിട്ടിയാലും അല്ലെങ്കിൽ വണ്ടി ന്യൂട്രലായാൽ വണ്ടിയുടെ ഇഞ്ചിൻ്റെ സ്പീഡ് ടയറിലേക്ക് പോകുന്നില്ല. ഓക്കെ, അങ്ങനെയൊക്കെയുള്ള കാര്യം ചെറിയ ചെറിയ അറിവുകൾ നമ്മൾ പഠിക്കാമെങ്കിൽ ഡ്രൈവിംഗ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും വണ്ടി ഓടിക്കുമ്പോഴും നമുക്ക് ശരിയായി വാഹനം ഓടിക്കാൻ പറ്റും, പേടിയില്ലാതെ. പിന്നെ നമ്മൾ ഡ്രൈവിംഗ് പഠിക്കുമ്പോഴേ കാലയിൽ നമുക്ക് ഷൂ ഉപയോഗിക്കാം. ഇതുപോലുള്ള ഷൂ വേണ്ട. ഇപ്പം ഞാൻ വണ്ടി ഓടിക്കുന്നതുകൊണ്ട് സേഫ്റ്റി ഷൂ ആണ് ഇട്ടിരിക്കുന്നത്. പക്ഷെ നമുക്ക് മാർക്കറ്റിൽ നല്ല സോഫ്റ്റായിട്ടുള്ള ഷൂ, ഇപ്പം ലേഡീസ് ആണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഷൂ വരുന്നുണ്ട്, അത് വാങ്ങിച്ചുപയോഗിക്കാമെങ്കിൽ നിങ്ങൾക്ക് ഡ്രൈവിങ്ങിന് ഒത്തിരി സപ്പോർട്ടീവായിരിക്കും. ഓക്കെ, അപ്പോൾ ഷൂ ഇട്ട് നിങ്ങൾ ഡ്രൈവ് ചെയ്യാൻ ശ്രമിക്കണം. പിന്നെ ഡ്രൈവിങ്ങിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സ്റ്റീറിങ്ങിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്. ഓക്കെ, മറന്നു പോകരുത്. നിങ്ങൾ പഠിക്കുന്ന ഒരു സ്റ്റീറിങ്, ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ കാറിലും സ്റ്റീറിങ് നമുക്ക് അതിനകത്ത് പ്രത്യേകിച്ച് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഇത് വേറൊരു സിസ്റ്റമാണ്, എന്നാൽ കാറിൻ്റെ സിസ്റ്റം ഇങ്ങനെയല്ല. അപ്പം സ്റ്റീറിങ്ങിൽ അപ്പാക്കാനും സ്റ്റീറിങ് ഡൗൺ ആക്കാനും മേപ്പോട്ടാക്കാനും അതുപോലെ താഴോട്ടാക്കാനും സിസ്റ്റമുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമ്മുടെ പരുവത്തിന് ഇത് സെറ്റ് ചെയ്ത് വെക്കുക കാറിൽ. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് സ്റ്റീറിങ്, നമ്മുടെ കൈ ഇരിക്കുന്ന പൊസിഷൻ. ഓക്കെ, എത്ര അത് മുമ്പോട്ട് വെക്കണം പുറമോട്ട് വെക്കണം എന്നുള്ള മനസ്സിലാക്കി വെച്ചാൽ ഡ്രൈവിങ്ങിൽ ഒത്തിരി ഹെൽപ്ഫുള്ളായിരിക്കും. പിന്നെ സീറ്റ്, അതൊരു പ്രധാനപ്പെട്ടതാണ് കേട്ടോ. സീറ്റ് പലരും അഡ്ജസ്റ്റ് ചെയ്യാറില്ല, ഇരിക്കുന്ന മാതിരി ഓടിക്കും. അല്ല, നമ്മുടെ വീട്ടിൽ ഒരു വശം നമ്മുടെ അപ്പച്ചൻ ഓടിച്ച വണ്ടിയായിരിക്കും നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അപ്പച്ചൻ ഓടിച്ച രീതിയിൽ നമ്മൾ സീറ്റ് വെക്കും. അല്ല, നമ്മുടെ ഭായി ആയിരിക്കും ആ കാർ ഉപയോഗിക്കുന്നത്, നമ്മൾ പഠിക്കാൻ വേണ്ടി ആ സീറ്റ് അതേ പൊസിഷനിൽ തന്നെ ഇരിക്കും. അപ്പോൾ എല്ലാവരുടെയും കാലിൻ്റെ ഹൈറ്റിനും അതുപോലെ നീളത്തിനും ഒക്കെ വ്യത്യാസമുണ്ട്. ആ ഒരു രീതി ഡ്രൈവ് ചെയ്യരുത്. നമ്മുടെ ഹൈറ്റിനും നമ്മുടെ ഇസാഫിലും അത് വെച്ച് ഓടിക്കുക. ഓക്കെ, കാലിതേണ്ട സ്ട്രെയിറ്റ് ആയിട്ടിരിക്കത്തക്കവണ്ണം സീറ്റ് മാക്സിമം നമ്മുടെ സീറ്റ് നമുക്ക് ഇതുവഴി അല്ലെങ്കിൽ അതിനായ ബട്ടണുണ്ട്, അതുവഴി അപ്പ് ചെയ്ത് മാക്സിമം വേണ്ട ഈ നമ്മുടെ ലെഗ് ഇരിക്കുന്നുണ്ട്, ഈ കാല് ഒത്തിരി അങ്ങ് ഇങ്ങനെ മടങ്ങിയിരിക്കരുത്, ഒത്തിരി ദൂരെയും ഇരിക്കരുത്. അപ്പോൾ ഒത്തിരി ചുമ്മാതങ്ങ് മടങ്ങിയിരുന്ന് അടിയിലോട്ട് സീറ്റ് പോയാൽ, ഈ സീറ്റ് അടിയിലോട്ട് പോയാൽ ഒത്തിരി കാല് മടങ്ങും, അതും ബുദ്ധിമുട്ടാണ്. ഇത് കറക്റ്റ് കണ്ട, നമുക്ക് കറക്റ്റായിട്ട് കാല് ഫ്ലോറിൽ മുക്കത്തക്ക വിധത്തിൽ വെക്കണം. അപ്പോൾ അത് ക്ലിയർ ആണല്ലോ. അപ്പോൾ നമുക്ക് ശരിയായിട്ട് ക്ലച്ച് ഔട്ടാനും ബ്രേക്ക് ഔട്ടാനും ഒക്കെ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തോ, ഷൂ ഉപയോഗിക്കുക, സ്റ്റീറിങ് ശരിയായി സെറ്റ് ചെയ്ത് വെക്കുക, സീറ്റ് ശരിയായി അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുക. ഓക്കെ, പിന്നത്തെ വലിയ പ്രശ്നമാണ് ക്ലച്ച് എങ്ങനെ റിലീസ് ചെയ്യണം. ഓക്കെ, അത് ഞാൻ പറയാം. ഇതുപോലൊന്നും കാണും. നിങ്ങൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യാതെ എന്ത് ചെയ്യണം എന്നറിയാം, ഈ ക്ലച്ച് ഇങ്ങനെ കാലുകൊണ്ട് ചവിട്ടി ചവിട്ടി പഠിക്കണം, റിലീസ് ചെയ്ത് പെതുക്കെ. വേണ്ട, അമ്മയ്ക്ക് പെതുക്കെ 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 ഇത് നിങ്ങളുടെ കയ്യിലൊക്കെ നിങ്ങൾക്ക് ചെയ്ത് പഠിക്കാം. കണ്ടോ, പെതുക്കെ പെതുക്കെ ക്ലച്ച് എത്ര അമക്കണം, എത്ര പെതുക്കെ വിടണം. ഓക്കെ, അതിനുശേഷം കാലുകൊണ്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് വണ്ടിയുമായിട്ടൊരു ടച്ചാവും. കൈയൊക്കെ ക്ലച്ചിൽ നിന്ന് ചവിട്ടി നോക്കുക, എത്ര ടൈറ്റാണ്, അതൊക്കെ നമ്മൾ മനസ്സിലാക്കുക, ഫീൽ ചെയ്യുക. അങ്ങനെ ഡ്രൈവിങ് പേടിയില്ലാതെ നമുക്ക് പഠിക്കാൻ പറ്റും. അതിനുശേഷം കയറിയിരുന്ന് വണ്ടി സ്റ്റാർട്ടാക്കാതെ, ഓക്കെ, വണ്ടി ഇപ്പം പവർ സ്റ്റിയറിംഗ് ആണ്, പവർ ബ്രേക്കാണ്, പവർ ക്ലച്ചാണ് എങ്കിൽ സ്റ്റാർട്ട് ചെയ്യണം. മാനുവലിന് ആ ഒരു പ്രശ്നമില്ല.
ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാം പവറാണ്. അതുകൊണ്ട് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ ചവിട്ടി പഠിക്കണം, ഗിയർ ഇടാതെ. അതാണ്ട് എങ്ങനെ റിലീസ് ചെയ്യാം, ഏടി എവിടെ വെക്കണം, ഉപ്പൂറ്റി എവിടെ വെക്കണം, എത്ര ഭാഗം കയറ്റി ചവിട്ടണം, ഈ ഭാഗം കൊണ്ട് മാത്രമേ ചവിട്ടാവൂ. വെറുതെ കയറ്റി ചവിട്ടിയാൽ റിലീസ് ചെയ്യാൻ ഒക്കത്തില്ല. അതൊന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് മാക്സിമം ഇതിൻ്റെ റബ്ബർ ബുഷ് മാത്രം കവർ ചെയ്യുക. ഇങ്ങനെ കാല് വെച്ചാൽ മതി. ഓക്കെ, എല്ലാത്തിനും അതുപോലെ തന്നെ കാലിൻ്റെ തുമ്പ് മാത്രം വെച്ചാൽ മതി. ഓക്കെ, പ്രത്യേകിച്ച് ക്ലച്ചിൽ ഇങ്ങനെ ചവിട്ടി പഠിക്കുക, വിടുക, ചവിട്ടുക, വിടുക. ഇങ്ങനെ പഠിക്കാമെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ റിലീസ് ചെയ്യണമെന്നറിയാം. ചാടി കയറി എടുക്കുമ്പോൾ ഇതിൻ്റെ ഫങ്ഷനൊന്നും അറിയത്തില്ല, അല്ല ഇത് നമ്മൾ ടച്ച് ചെയ്തൊരു ഫീലിംഗ് നമുക്കില്ല എങ്കിൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെ ഗിയർ ഇടാതെ ഇങ്ങനെ പഠിക്കുക, പാർക്കിലൊക്കെ കൊണ്ടുപോയി. ഓക്കെ, അപ്പോൾ ക്ലച്ചിൻ്റെ മെക്കാനിക്കൽ ഫങ്ഷൻ ഞാൻ പറഞ്ഞു തുടക്കത്തിൽ. ഇനിയും ബ്രേക്കിൻ്റെ അതുകൂടെ അറിയണം. ഈ 3 പെഡൽ എന്തൊക്കെയാണ് ചെയ്യുന്നത്, ഇത് എന്തൊക്കെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്, ഇതെന്താണ് ചെയ്യുന്നത്, ഇതിൻ്റെ വർക്ക് എന്താണ്, ക്ലച്ചിൻ്റെ വർക്ക് എന്താണ്, അതുപോലെ ബ്രേക്കിൻ്റെ വർക്ക് എന്താണ്, ആക്സിലേറ്റർ എന്താണ് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ സപ്പോർട്ടീവിനായി എന്താണ് ഇതുകൊണ്ട് വണ്ടിയെ ഇതുകൊണ്ട് എങ്ങനെ നിയന്ത്രിക്കുന്നു, അപ്പോൾ എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ബ്രേക്ക് ചവിട്ടുമ്പോൾ കൂട്ടുകാർ നമ്മുടെ വണ്ടിക്ക് എത്ര ടയറുണ്ടോ, ടയർ 4 ജാമാകുകയാണ്. വണ്ടിക്ക് എത്ര ടയറുണ്ടോ, നമ്മളെപ്പം ബ്രേക്ക് ചവിട്ടാലും ഇങ്ങനെ കൈ കൊണ്ടൊക്കെ ഫീൽ ചെയ്ത് പഠിക്കുക. ബ്രേക്ക് ചവിട്ടി പെതുക്കെ ബ്രേക്ക് ചവിട്ടാവും. ക്ലച്ച് ഇത്തിരി വലിഞ്ഞ് ചവിട്ടേണ്ടതും ബ്രേക്ക് പെതുക്കെ ചവിട്ടിയാൽ മതി. ഇപ്പോൾ എല്ലാ വാഹനത്തിൻ്റെയും ഇങ്ങനെ പെതുക്കെ ചവിട്ടി ഫീൽ ചെയ്ത് പഠിക്കുക. കാലുകൊണ്ട് ചവിട്ടുക, പെതുക്കെ അമർത്തി പഠിക്കുക. സഡനായിട്ട് ചവിട്ടിയ എഞ്ചിൻ ഉൾപ്പെടെ അങ്ങ് നിൽക്കും. അത് പഠിക്കുമ്പോൾ പലരുടെ ഉള്ള പ്രശ്നമാണ്. പെതുക്കെ ചവിട്ടി പഠിക്കുക. ഓക്കെ, പിന്നെ ആക്സിലേറ്റർ എന്തോ സംഭവിക്കുന്നത്, ആക്സിലേറ്റർ നമ്മൾ അമർത്തുമ്പോൾ മനസ്സിലാക്കണം ഇതിൻ്റെ മെക്കാനിക്കൽ ഫങ്ഷൻ എന്തുവാണെന്ന്. ഓക്കെ, പെട്രോളോ ഡീസലോ കൂടുതലായിട്ട് അത് നോസിൽ വഴി അല്ലെങ്കിൽ ഇഞ്ചക്ടർ വഴി അത് പമ്പ് ചെയ്യുന്നു, സ്പ്രേ ചെയ്യുന്നു. അതുവഴി ഇഞ്ചിൻ്റെ സ്പീഡ് കൂടുന്നു. ഓക്കെ, പിസ്റ്റൻ്റെ ഇടയ്ക്കും അതുപോലെ നമ്മുടെ വാൽവിൻ്റെ ഇടയിലായിട്ട് അവിടായിട്ട് സ്പ്രേ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ റേസ് കൂട്ടുമ്പോൾ ഡീസലോ പെട്രോളോ കൂടുതലായി വണ്ടിക്ക് ലഭിക്കുന്നു, ഇഞ്ചിൻ്റെ സ്പീഡ് കൂടുന്നു. ഇത് മനസ്സിലാക്കുക. ആക്സിലേറ്റർ വിടുമ്പോൾ പെട്രോള് കുറച്ച് വണ്ടിക്കകത്ത് ചെല്ലുന്നു, അല്ലെങ്കിൽ ഡീസൽ. ഇത് അമർത്തുമ്പോൾ കൂടുതൽ ചെല്ലുന്നു, ഇഞ്ചിൻ്റെ സ്പീഡ് കൂടുന്നു. അപ്പം നമുക്ക് തന്നെ മനസ്സിലാക്കണം, ഞാൻ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ സ്പീഡ് കൂടുകയാണോ ഇഞ്ചിൻ്റെ സ്പീഡ് കുറയുകയാണോ, അത് മനസ്സിലാക്കുക. അപ്പോൾ ഇതിൻ്റെ ഫീലിങ്സൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ പെട്രോളോ ഡീസലോ കൂടുതലായിട്ട് ഇഞ്ചിന് ലഭിക്കുന്നു. അതനുസരിച്ച്